എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 പുതുവർഷം വരികയാണ്. ഈ പുതുവർഷത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും പൊതുഫലം എന്താണെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഇത് ഓരോ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെയും പൊതുവായി വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പറയുന്നത്, അല്ലാതെ വ്യക്തിപരമായ ഫലങ്ങളല്ല. ജനനസമയം വ്യത്യസ്തമാകുന്നതനുസരിച്ച് ഫലത്തിൽ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതാണ്. ഓരോ വ്യക്തികളുടെയും ഗ്രഹനില അനുസരിച്ച് മാത്രമേ അവരുടെ ഫലം കൃത്യമായി പറയാൻ സാധിക്കൂ. ഈ ഫലം പറയുന്നത് ഓരോ നക്ഷത്രത്തിൽ വരുന്ന ഗ്രഹമാറ്റം അനുസരിച്ചുള്ള സാധ്യതകൾ മാത്രമാണ്. മകയിരം നക്ഷത്രക്കാർക്ക് 2024 കഴിഞ്ഞ വർഷത്തെക്കാളും 2023 കൂടുതൽ സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ് ഉണ്ടാകുക. ഇവർക്ക് ജനുവരി ഫെബ്രുവരി മാസത്തിൽ ദേഹ സംരക്ഷണത്തിൻ്റെ ഭാഗമായിയൊക്കെ ദിനചര്യക്രമത്തിലൊക്കെ മാറ്റം വരുത്താൻ തയ്യാറാകുന്നതാണ്. അതുപോലെ തന്നെ പ്രായോഗിക വിജ്ഞാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും. പണം ഒരിക്കലും കടം കൊടുക്കരുത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ. എന്നാൽ ആത്മസംഘർഷം മൂലം ചില സന്ദർഭങ്ങളിൽ മനസ്സൊക്കെ അസ്വസ്ഥമാകുന്നതാണ്. തൊഴിലിൽ അനുകൂലമായ മാറ്റം ഉണ്ടാകുന്നതാണ്. അതുപോലെ സഹോദരങ്ങളിൽ നിന്ന് സഹായം ലഭിക്കുന്നതാണ്. കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്നതാണ്. അതുപോലെ ഓഹരി ഇടപാടുകളിലെ ഊഹക്കച്ചവടങ്ങളിലൊക്കെ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതാണ്. അതുപോലെ പുതിയ വ്യവസായങ്ങളിലൊക്കെ ഏർപ്പെടാനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. ബന്ധുമിത്രാദികൾ മനസ്സിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. വരവ് ചിലവ് കണക്കുകളൊക്കെ തുല്യമായിരിക്കും ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ. ഗ്രഹം മോടി പിടിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊക്കെ അല്പം ആശ്വാസം കണ്ടു തുടങ്ങുന്നതാണ്. ഭാര്യാഭർത്തൃ ബന്ധം കൂടുതൽ ദൃഢതരമാകുന്നതാണ് ഈ സമയത്ത്. അതുപോലെ പൂർവിക സ്വത്ത് അനുഭവിക്കാനുള്ള യോഗമുണ്ടാകുന്നതാണ്. ചില അപവാദങ്ങളൊക്കെ കേൾക്കേണ്ട ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതുപോലെ മനോവിഷമം ഉണ്ടാകുന്ന തരത്തിലൊക്കെ സന്താനങ്ങൾ പെരുമാറാനുള്ള സാധ്യതയുമുണ്ട്. പൊതുരംഗത്തൊക്കെ സൽപ്പേര് നിലനിർത്താൻ സാധിക്കുന്നതാണ്. മാനസികവും ശാരീരികവുമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ അല്പം മാറ്റം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഉണ്ടാകുന്നതാണ്. അതുപോലെ ദൂരയാത്രകൾക്ക്, അന്യദേശ വാസത്തിന് ഇതൊക്കെ യോഗം കാണുന്നുണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ. മാർച്ച് ഏപ്രിൽ മാസമാകുമ്പോഴേക്കും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗം കാണുന്നുണ്ട്. അതുപോലെ അനാവശ്യ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബന്ധുമിത്രാദികളുടെ അസുഖം, ബന്ധുവിൻ്റെയോ മിത്രങ്ങളുടെയൊക്കെ അസുഖം മനോവിഷമത്തിന് ഇടവരുത്തുന്നതാണ്. അതുപോലെ ഇടപാടുകളിൽ ലാഭമൊക്കെ കാണുന്നുണ്ട്. സ്വജനങ്ങൾ ചതിയിൽപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്, അതിനാൽ ശ്രദ്ധിക്കണം. അതുപോലെ മംഗളകർമ്മങ്ങളിലൊക്കെ സജീവമായി പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. സ്വന്തം ചുമതലകളൊക്കെ ഉണ്ടെങ്കിൽ അത് അന്യരെ ഒരിക്കലും ഏൽപ്പിക്കരുത്. അതുപോലെ ജീവിത പങ്കാളിയുടെ പേരിൽ വ്യാപാരങ്ങളിൽ ഏർപ്പെടാൻ ഇട കാണുന്നുണ്ട്. അതുപോലെ ചില അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ ധനലാഭം ഉണ്ടാകുന്നതാണ്. അതുപോലെ വാഹന ഇടപാടുകളിലൊക്കെ ശ്രദ്ധിക്കണം. വാഹന ഇടപാടുകളിലൊക്കെ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അധ്യാപകർക്കൊക്കെ ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങൾ അനുകൂലമായ കാലമാണ്. നാൽക്കാലി വളർത്തുന്നവരാണെങ്കിൽ നാൽക്കാലികളിൽ നിന്നും പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ കുടുംബാംഗങ്ങളുമായി അഭിപ്രായ ഭിന്നതയ്ക്കുള്ള അവസരങ്ങളൊക്കെ ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഉണ്ടാകുന്നതാണ്. അതൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ പൂർവിക സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരുന്നതാണ്. അതുപോലെ സുഖഭോഗങ്ങൾക്കൊക്കെ വേണ്ടി പണം ചെലവഴിക്കുന്നതാണ്. അതുപോലെ സഹപ്രവർത്തകരെ ഒക്കെ കൂടുതൽ ആത്മവിശ്വാസത്തിൽ എടുക്കരുത്. കുടുംബ സ്വത്തിൻ്റെയൊക്കെ പേരിൽ തർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. പെട്ടെന്നുള്ള കോപം പല അനിഷ്ടങ്ങൾക്കും ഇടവരുത്തുന്നതാണ്. അതുകൊണ്ട് കോപമൊക്കെ നിയന്ത്രിക്കണം. ആരോഗ്യമൊക്കെ മോശമാകാനുള്ള ചെറിയ സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. വ്യാപാര മേഖലയിലുള്ളവർക്കാണെങ്കിൽ വ്യാപാര മേഖലയൊക്കെ അല്പം പുഷ്ടിപ്പെടുന്നതാണ്. അതുപോലെ മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെടുന്നു എന്നൊരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് മാർച്ച് ഏപ്രിൽ മാസത്തിൽ. മെയ് ജൂൺ മാസം ആകുമ്പോഴേക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ പുതിയ വീട് പണിയുകയോ പഴയ വീട് പുതുക്കി പണിയുന്നതിനോ ഒക്കെയുള്ള യോഗം കാണുന്നുണ്ട്.
അതുപോലെ ചില ബന്ധുക്കളുടെയൊക്കെ പെരുമാറ്റങ്ങൾ ചെറിയ മനോവിഷമം ഒക്കെ ഇടവരുത്തുന്നതാണ്. അതുപോലെ യാത്രകൾ, പ്രത്യേകിച്ച് ദൂരയാത്രകളൊക്കെ കൂടുതൽ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ്. അതുപോലെ മേലുദ്യോഗസ്ഥരുമായി ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. ചെറിയ അപവാദങ്ങളൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ സ്വന്തം പ്രയത്നത്തിന് കൂടുതൽ ഫലം ഉണ്ടാകുന്നതാണ്. അതുപോലെ എന്തെങ്കിലും കാര്യത്തിലൊക്കെയുള്ള അമിതാവേശം പ്രകടിപ്പിക്കുന്നത് അബദ്ധങ്ങൾക്കൊക്കെ വഴിയൊരുക്കുന്നതാണ്. വാഹനം ഉപയോഗിക്കുന്നവരൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി ഈ സമയത്ത് വാഹനം ഉപയോഗിക്കണം. ഔദ്യോഗിക പദവിയിലൊക്കെ ഉയർച്ച കാണുന്നുണ്ട്. അതുപോലെ കാർഷിക വിഭവങ്ങളിൽ നിന്നും ലാഭവും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവരാണെങ്കിൽ അതിനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. ദാമ്പത്തിക ജീവിതം ഈ സമയത്ത് സന്തോഷകരമായിരിക്കുന്നതാണ്. അതുപോലെ ജലയാത്രകളൊക്കെ ഈ സമയത്ത് ചെയ്യുന്നവർ ജലയാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കാൻ ഈ സമയം ശ്രദ്ധിക്കേണ്ടതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല ഒരു നേട്ടം ഉണ്ടാകുന്നതാണ്. അതുപോലെ ചെറിയ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ മാതാപിതാക്കളുടെ അസുഖം മനസ്സിന് അസ്വസ്ഥതയൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഈ സമയത്ത് ദൈവിക കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതാണ്. ദാമ്പത്യ ജീവിതം സന്തോഷകരമാക്കാൻ ചില വിട്ടുവീഴ്ചകളൊക്കെ ഈ സമയത്ത് ചെയ്യേണ്ടതായി വരുന്നതാണ്. അതുപോലെ ധനപരമായ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ആത്മവിശ്വാസമൊക്കെ അല്പം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ നമ്മൾ സ്വന്തമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിക്കരുത്. അത് ദോഷകരമായി ഭവിക്കുന്നതാണ്. അതുപോലെ ഭാര്യയുടെ രോഗം മനോവിഷമത്തിനൊക്കെ ഇടയുണ്ടാക്കുന്നതാണ്. മറ്റുള്ളവർ എന്തെങ്കിലും എതിർപ്പുകളൊക്കെ പ്രകടിപ്പിക്കുന്നതാണ്. അതൊക്കെ അവഗണിക്കാൻ ഈ സമയത്ത് കഴിയുന്നതാണ്. ജൂലൈ ആഗസ്റ്റ് മാസമാകുമ്പോഴേക്കും നാൽക്കാലികളിൽ നിന്നുമൊക്കെ പ്രതീക്ഷയിൽ കവിഞ്ഞ ലാഭം ഉണ്ടാകുന്നതാണ്. അനുഭവഫലം ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്നതാണ്. അതുപോലെ വാക്കുകളും പ്രവൃത്തികളുമൊക്കെ ഫലപ്രദമായി തീരുന്നതാണ്. പ്രവർത്തന മേഖലയിലൊക്കെ കാലോചിതമായ മാറ്റങ്ങൾ വരുത്താൻ ഇടയുണ്ട്. ദൂരയാത്രകളൊക്കെ ചെയ്യേണ്ടതായി വരുന്നതാണ്. കാർഷിക രംഗത്തൊക്കെ വൻ നേട്ടം കാണുന്നുണ്ട്. അതുപോലെ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് ധനനഷ്ടത്തിനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുപോലെ മാതാപിതാക്കളുടെ പാരമ്പര്യ സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരുന്നതാണ്. ചെറിയ കടബാധ്യതകളിലൊക്കെ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത് മാറ്റിയെടുക്കാൻ ഈ സമയം ശ്രദ്ധിക്കേണ്ടതാണ്. സമൂഹത്തിലൊക്കെ ഉന്നത സ്ഥാനത്ത് എത്തിച്ചേരാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. അതുപോലെ ഗുരുക്കന്മാരെയൊക്കെ ആദരിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. ഈശ്വരാനുഗ്രഹം ഉള്ള സമയമായതുകൊണ്ട് ആപത്തുകളെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്നതാണ്. ഭൂമി വാങ്ങാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ ഭൂമി വാങ്ങുന്നതിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. ആഗ്രഹ സാഫല്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ ജീവിത യാഥാർത്ഥ്യങ്ങളുമായിട്ടൊക്കെ പൊരുത്തപ്പെടാൻ കഷ്ടപ്പെടുന്നതാണ് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ. ഊഹക്കച്ചവടമൊക്കെ ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ സമയത്ത്. വേളകളിലൊക്കെ വിഘ്നേശ്വര പ്രീതി നേടുന്നത് ഈ ജൂലൈ ആഗസ്റ്റ് മാസം നന്നായിരിക്കും. തൻ്റേതല്ലാത്ത ചില കാരണങ്ങളാലൊക്കെ മറ്റുള്ളവരിൽ നിന്ന് എതിർപ്പുകൾ നേരിടേണ്ടതായി വരുന്ന ഒരു സമയം കൂടിയാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസമാകുമ്പോഴേക്കും മനസ്സിനെ അലട്ടുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ അന്യദേശത്ത് സ്ഥിരതാമസത്തിനുള്ള യോഗം കാണുന്നുണ്ട്. വിദേശത്ത് ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ നടക്കുന്നതാണ്. അതുപോലെ കോടതി കേസുകളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയം വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബത്തൊക്കെ മംഗളകർമ്മത്തിനുള്ള യോഗം കാണുന്നുണ്ട്. അതുപോലെ സുതാര്യമായുള്ള പ്രവർത്തനങ്ങളൊക്കെ പ്രതികൂലമായുള്ള സാഹചര്യങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരുന്നതാണ്. അതുപോലെ നമ്മുടെ സങ്കല്പത്തിനനുസരിച്ച് ഉയരുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ്. ഊഹക്കച്ചവടത്തിൽ ഈ മാസം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിലും അല്പം കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു സമയമാണ്. ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട സമയമാണ്. ഈ സഹകരണ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്നത്, ലക്ഷ്യബോധത്തോടുകൂടിയുള്ള പ്രവർത്തിക്കുന്നത്, ഇതൊക്കെ സർവകാര്യ വിജയത്തിന് വഴിയൊരുക്കുന്നതാണ്. കൂടെ നിൽക്കുന്നവരൊക്കെയാണെങ്കിൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ തള്ളിപ്പറയുന്ന ചില അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. എന്തൊക്കെ ഉണ്ടെങ്കിലും
അനുകൂലമായ സമയമായതിനാൽ ഈ വിഷമഘട്ടങ്ങളെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ കുടുംബ ഉള്ളവരൊക്കെ ആണെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾക്ക് ഈ സമയത്ത് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നതാണ്. ഏറ്റെടുത്ത ജോലികളൊക്കെ പൂർണ്ണതയിലെത്തിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ യുക്തിക്ക് നിരക്കാത്ത ചില പ്രവൃത്തികളൊക്കെ ചെയ്യേണ്ട സാഹചര്യം വന്നു ചേരുന്നതാണ്. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഈ സമയത്ത് കഴിയുന്നതാണ്. വിദേശ ജോലിക്കുള്ള യോഗമൊക്കെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ കാണുന്നുണ്ട്. അതുപോലെ വാക്ക് തർക്കങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കേണ്ടതാണ്. നവംബർ ഡിസംബർ മാസം ആകുമ്പോഴേക്കും മുൻകോപം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. നവംബർ ഡിസംബർ മാസങ്ങളിൽ. അതുപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ സമയം അനുകൂലമായ സമയമാണ്. അതുപോലെ മനസാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് ധനലാഭം ഉണ്ടാകുന്നതാണ്. മാതാവിൻ്റെ രോഗം ഈ സമയത്ത് ചില മനക്ലേശത്തിനൊക്കെ ഇടവരുത്തുന്നതാണ്. അതുപോലെ നേരത്തെ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളിലും മാറ്റമുണ്ടാകുന്നതാണ്. ആ പല കാര്യങ്ങളിലും ഉയർച്ചയും ഉണ്ടാകുന്നതാണ്. അതുപോലെ പുണ്യസ്ഥലങ്ങളെ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ഈശ്വരാനുഗ്രഹം കൂടുതലുണ്ടെങ്കിലും പ്രാർത്ഥന കൈവിടാതെ സൂക്ഷിക്കേണ്ട സമയമാണ്. ഒരിക്കലും എന്തെങ്കിലും വിവാദമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ ചെന്ന് ചാടരുത്. പൊതുപ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് നല്ല പേരൊക്കെ സമ്പാദിക്കാൻ പറ്റുന്ന സമയമാണ്. അതുപോലെ മേലധികാരികളുടെയൊക്കെ പ്രശംസ നേടാൻ പറ്റുന്ന ഒരു സമയമാണ്. തൊഴിൽ രംഗത്തു നിന്നും ധനലാഭവും ഉയർച്ചയും ഉണ്ടാകുന്നതാണ്. അതുപോലെ മാതാവിൻ്റെ സൈഡിൽ നിന്നുള്ള സഹായം ഒക്കെ വർദ്ധിക്കുന്നതാണ്. കഷ്ടനഷ്ടങ്ങളിൽ നിന്നൊക്കെ ഈ സമയത്ത് മുക്തി നേടാൻ സാധിക്കുന്നതാണ്. വ്യാവസായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ വ്യാവസായിക രംഗമൊക്കെ പുഷ്ടിപ്പെടുന്നതാണ്. അതുപോലെ വ്യക്തിപ്രഭാവം വർദ്ധിപ്പിക്കാൻ ഈ സമയത്ത് സാധിക്കുന്നതാണ്. അതുപോലെ ധനസമ്പാദനത്തിന് വേണ്ടി എന്ത് വഴിവിട്ടും സഞ്ചരിക്കാൻ തോന്നുന്ന ഒരു സമയമാണ്. അതൊക്കെ പരമാവധി ഒഴിവാക്കുക. ഉന്മേഷവും ഉത്സാഹമൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. എന്തെങ്കിലും രോഗമൊക്കെ ഉള്ളവരാണെങ്കിൽ ആ രോഗങ്ങളിൽ നിന്ന് മുക്തിയൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് നവംബർ ഡിസംബർ മാസം. വിഘ്നേശ്വരപ്രീതി വരുത്തേണ്ടത് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. വിഘ്നേശ്വരപ്രീതി വരുത്തുക, ക്ഷേത്രദർശനം നടത്തുക, കഴിയുന്ന വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് നല്ലൊരു വർഷമാകട്ടെ 2024. നന്ദി, നമസ്കാരം.